എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് 2025 നീറ്റ് എക്സാമിൽ ലഭിച്ച ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള ഏതെല്ലാം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയെന്ന് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വെബ്സൈറ്റായ brilliantpala.org പ്രഡിക്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി അതിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. ആദ്യത്തെ സെർച്ച് ഓപ്ഷൻ തന്നെ brilliantpala.org എന്ന് പറഞ്ഞ നമ്മുടെ സൈറ്റിന്റെ ലിങ്കാണ് വന്നിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബ്രില്യൻ പാലയുടെ ഹോം പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്ന് സ്ക്രോൾ ചെയ്തതാ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അഡ്മിഷൻ കൗൺസിലിംഗ് സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ മറ്റൊരു പേജിലേക്ക് ചെല്ലുന്നു. ആ പേജും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് മെയിൻ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞൊരു ബോക്സ് കാണാം. ആ ബോക്സിലെ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് കോളേജ് റാങ്ക് പ്രഡിക്റ്റർ, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേന് ഈ താഴെയായിട്ട് ആക്സസ് അവർ പ്രഡിക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി മറ്റൊരു ബോക്സ് കാണാം. ഇവിടെ നമുക്ക് കീം മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോളേജ് ആൻഡ് റാങ്ക് പ്രഡിക്റ്റർ, അതായത് നമ്മുടെ കീം മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഡിക്റ്റർ ആണ്. രണ്ടാമത്തേത് നീറ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഫോർ MBBS ഡെന്റൽ ആൻഡ് BSc നഴ്സിംഗ്, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് കൂടാണ്ട് തന്നെ കീം എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് റാങ്ക് പ്രഡിക്റ്റർ, ജോസ റാങ്ക് ആൻഡ് കോളേജ് റാങ്ക് പ്രഡിക്റ്റർ. സോ ഈ പറഞ്ഞ എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് എത്രയാണ് എന്ന് ഈ അതാത് ലിങ്കുകളിൽ കയറി എൻ്റർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ സൈറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയുന്നില്ല. ഞാൻ രണ്ടാമത്തെ ഓപ്ഷനായ നീറ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഫോർ MBBS ഡെന്റൽ ആൻഡ് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഡിക്റ്ററുടെ പേജ് എന്ന് പറയുന്നത്. ഏതിൻ്റെയാണ്? ഓൾ ഇന്ത്യ നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിലുള്ള പ്രഡിക്റ്റർ ആണിത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുവാണെങ്കിൽ അവിടെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ആദ്യമേ തന്നെ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് നിങ്ങൾക്ക് 2025 നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക്, അതാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അടുത്തത് കാറ്റഗറി, കോഴ്സ്, സീറ്റ് കോട്ടാസ്, അതുപോലെ സ്റ്റേറ്റ്സ്, ഏതെല്ലാം സ്റ്റേറ്റ്സിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് എല്ലാം നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാം. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഫോൺ നമ്പറോ ഒന്നും ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, ഏത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും അവർക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ച് ഏതെല്ലാം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ യാതൊരുവിധ പേഴ്സണൽ ഡീറ്റെയിൽസും അതായത് ബ്രില്യൻ പാലയുടെ സൈറ്റ് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് ആണ്. ജസ്റ്റ് റാൻഡമായിട്ട് നമുക്ക് 2500, യെസ്, അവിടെ ഓൾ ഇന്ത്യ റാങ്ക് 2500 ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അടുത്തത് സെലക്ട് യുവർ കാറ്റഗറി. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് നമുക്കുള്ള എല്ലാ കാറ്റഗറീസ് ഉണ്ട്. EWS ഉണ്ട്, ജനറൽ ഉണ്ട്, OBC, ഓപ്പൺ, SC, ST എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഓപ്പൺ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് കൊടുക്കുന്നത്. അടുത്തത് കോഴ്സിൻ്റെ അത് നമ്മൾ നേരത്തെ ഹെഡിങ് പറഞ്ഞ പോലെ BSc നഴ്സിംഗ്, BDS ആൻഡ് MBBS, ഈ 3 കോഴ്സുകളാണ് നമുക്കിവിടെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ MBBS തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് കോട്ടാസ്, സീറ്റ് കോട്ടാസിൽ നോക്കിയാൽ നിരവധി കോട്ടാസ് നമുക്കിവിടെ ഓപ്ഷനായിട്ടുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി കോട്ടയുണ്ട്, BSc നഴ്സിംഗ് ഓൾ ഇന്ത്യ കോട്ടയുണ്ട്. അതൊക്കെ BSc നഴ്സിംഗ് കോഴ്സായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയാട്ടോ. അടുത്തത് ഡീംഡ് ആൻഡ് പെയ്ഡ് സീറ്റ് കോട്ടാസ്, അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ടാസ്. ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്, ഞാനിവിടെ ഓൾ ഇന്ത്യ കോട്ട സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കോട്ടയുണ്ട്, മുസ്ലിം OBC കോട്ടയുണ്ട്. ഞാൻ ഒരു കോട്ടയും കൂടെ വെക്കുവാണ്, ഓപ്പൺ സീറ്റ് കോട്ട. ഓക്കെ, അപ്പോൾ ഈ 2 കോട്ടാസാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 കോട്ടാസ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മൾ ഏതെല്ലാം സ്റ്റേറ്റുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. ഇവിടെയും ഒരു ഡിവിഷൻ പോലെ നമുക്ക് കാണാവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ പരിഗണിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ നോർത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ചണ്ഡീഗഡ്, ഡൽഹി, ഹരിയാന, ഹിമാചൽ, ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, അങ്ങനെ. ഇനി നിങ്ങൾ സൗത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്തത് സദേൺ സ്റ്റേറ്റ്സ് വന്നു കഴിഞ്ഞു. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആന്ധ്ര, കർണാടക, കേരള, പുതുച്ചേരി, തമിഴ്നാട്, തെലങ്കാന. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ വൈസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫോർ കൺവീനിയൻസ് ഞാൻ ഇവിടെ ഓൾ സ്റ്റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫിൽട്ടറിങ് ഒരു പ്രോഗ്രാം നമുക്കുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. റാങ്ക്, കാറ്റഗറി, കോഴ്സ്, കോട്ടാസ്, അതുപോലെ സ്റ്റേറ്റ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രഡിക്റ്റ് മൈ കോളേജസ്. വേറെ ഒന്നുമില്ല, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കൊടുത്ത റാങ്ക് അനുസരിച്ച് ഏതെല്ലാം സീറ്റുകൾ, ഏതെല്ലാം സ്ഥലങ്ങളിലുള്ള, ഏതെല്ലാം കോളേജുകളിലുള്ള സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 446 പൊട്ടൻഷ്യൽ കോളേജസ് ഉണ്ട്. അതായത് 446 കോളേജസിലേക്ക് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ കൊടുത്ത എത്രയാണ് നമ്മൾ റാങ്ക് കൊടുത്തത് 2500, ആ ഒരു റാങ്ക് അനുസരിച്ച് 446
കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ഒരു കാര്യം ഫിൽറ്റർ റിസൾട്ട്സ് ബൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിലവിൽ നമുക്ക് ഇത്രയും സ്റ്റേറ്റ്സ്, കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഓൾ ഇന്ത്യ ഓൾ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ പരിഗണിച്ചായിരുന്നു. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതെല്ലാം സ്റ്റേറ്റുകളിൽ മാത്രം മതി എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഈ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ അങ്ങ് കളയാൻ പോവാണ്. നോർത്തിൽ നിന്നും ഞാൻ ഹരിയാന കളഞ്ഞു, ഉത്തരാഖണ്ഡ് കളഞ്ഞു, ജമ്മുവും കളഞ്ഞു. നോർത്ത് ഈസ്റ്റിൽ നിന്ന് അരുണാചൽ, ആസാം, മണിപ്പൂർ ഞാൻ ഇത്രയും കളഞ്ഞു. സെൻട്രലിൽ നിന്ന് ഞാനത് 2 കളഞ്ഞു. സൗത്ത് മൊത്തം കിടക്കട്ടെ. വെസ്റ്റിൽ നിന്നും ഞാൻ ഗുജറാത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ അധികം ഓപ്ഷൻസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. യെസ്, താഴേക്ക് വരികയാണെങ്കിൽ നേരത്തെ കണ്ട ഒരു നമ്പർ ഇവിടെ കുറഞ്ഞിരിക്കുന്നു. 288 എന്നുള്ളൊരു നമ്പറിലേക്ക് കുറഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അവിടേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ ഗുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 3-4 ഓപ്ഷൻസിൻ്റെ അവിടെ ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആ ഒരു എൻഡിലേക്ക് പോവുകയാണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ കാണാം. ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുക, എയിംസ് ബിലാസ്പൂർ എന്നുള്ളൊരു കോളേജാണത്, ഹിമാചൽ പ്രദേശിലാണ്. അവിടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 2401. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 2401. അതായത് അവിടുത്തെ ഏറ്റവും അവസാനത്തെ റാങ്കായിട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്ത കുട്ടിക്ക് 2401 റാങ്ക്. നമ്മൾ കൊടുത്ത റാങ്ക് എന്ന് പറയുന്നത് 2500. 2500 എന്ന് പറയുന്നത് ഈ ഒരു 2401 ജസ്റ്റ് താഴെയാണ്. അതുകൊണ്ടാണ് അവിടെ ഗുഡ് എന്ന് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ ആ ഹൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, എയിംസ് ബിബി നഗർ, ഹൈദരാബാദ് ഉള്ള എയിംസ് ആണ്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 2588. അതായത് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത റാങ്കിനേക്കാളും കുറവ് റാങ്കിലുള്ളവർ അവിടെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റാങ്ക് വെച്ച് നമുക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ അവിടുത്തെ ക്ലോസിംഗ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് തന്നെ. ഓക്കെ, താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നിരവധി ഹൈ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയധികം ഓപ്ഷൻസ് നമ്മൾ വെച്ചിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയധികം കോളേജസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു റാങ്ക് വെച്ച് നോക്കാം. ഇപ്പോൾ ഈ 2500 എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു 3000 ആണ് വെക്കാൻ പോകുന്നത്. 3000 വെച്ചു. ബാക്കി കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയധികം കാറ്റഗറീസ് ഉണ്ട്, അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല, കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. യെസ്, ആ ഒരു റാങ്ക് മാറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ പ്രെഡിക്റ്റ് മൈ കോളേജസ് എന്ന് വെക്കുകയാണ്. യെസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ മാറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ സ്റ്റേറ്റ്സും ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ ഗുഡായിരുന്നു നമ്മൾ നേരത്തെ വെച്ചപ്പോൾ 2500 എന്നുള്ള റാങ്ക് വെച്ചപ്പോൾ 3000 അടിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ലെസ്സായി. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 2588. 2500 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 88 റാങ്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ കിട്ടാനുള്ള സാധ്യതകൾ കുഴപ്പമില്ല, ഗുഡാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നോക്കുക, ഏകദേശം 500 റാങ്കിൻ്റെ അടുത്ത്, 500 അല്ലെങ്കിൽ ഏകദേശം ഒരു 412 റാങ്കിന് അടുത്തുള്ള വ്യത്യാസം അവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റാങ്ക് വെച്ച് ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ ലെസ്സാണ്. അതാണ് ഈ ലെസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതേസമയം ശ്രീനഗർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് 2777. അതായത് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത 3000 എന്ന റാങ്കിനോട് കുറച്ചുകൂടി അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഗുഡ് ചാൻസസ് ഉണ്ട്, തരക്കേടില്ലാത്ത ചാൻസ് അവിടെ കിട്ടാൻ ഉണ്ട് എന്നാണ് നമ്മുടെ പ്രെഡിക്റ്റർ ഇപ്പോൾ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഈ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ചാൻസ് ഹൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ക്ലോസിംഗ് റാങ്ക് നോക്കുക 3215 അവിടെ കഴിഞ്ഞ വർഷം വന്ന സ്റ്റുഡൻറ്റ്. അതായത് 3215 റാങ്കാണ് അവിടെ ലാസ്റ്റായിട്ട് വന്ന് ജോയിൻ ചെയ്തത്. ലാസ്റ്റ് മീൻസ് അത്രയും റാങ്കിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത റാങ്ക് എത്രയാണ്, 3000 എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു റാങ്കിങ്ങിനേക്കാളും കൂടുതലാണ്, നല്ല റാങ്കാണ് അല്ലേ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോഴിക്കോട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ
ഹൈ ആണ് എന്നാണ് നമ്മുടെ പ്രഡിക്റ്റർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. വളരെ അനായാസം നിങ്ങൾക്ക് ഈ ഒരു പ്രഡിക്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആകെപ്പാടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റർ ചെയ്യാനായിട്ടുള്ളത് റാങ്ക് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് റാങ്ക് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കോട്ടാസൊക്കെ നിങ്ങൾക്ക് ഏതെല്ലാം കോട്ടയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ജസ്റ്റ് ഇവിടെ നോക്കുക ഏതെല്ലാം ഉണ്ട് എന്നുള്ളത്. ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണം. അതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയതാ ഈ ഒരു ഫിൽറ്ററിങ് സംവിധാനമാണ്. അതാ ഇവിടെ ആട്ടോ നമ്മുടെ റിസൾട്ട് വന്നതിൻ്റെ തൊട്ട് മുകളിൽ ഫിൽട്ടർ റിസൾട്ട്സ് ബൈ സ്റ്റേറ്റ്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിലി ആക്സസബിൾ ആയിട്ട് നമ്മുടെ എല്ലാ സ്റ്റേറ്റും ഇവിടെയുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓരോ സെലക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് വേറെ സെർച്ച് ഓപ്ഷൻ അങ്ങനെയൊന്നുമില്ല. ഓരോ ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചാൽ ഇവിടെ 442 ഞാൻ ഇവിടുന്ന് ഡൽഹി, ഹരിയാന, ജമ്മു, അതുപോലെ ബീഹാർ, ജാർഖണ്ഡ്, അരുണാചൽ, ആസാം, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആന്തമാൻ, അതുപോലെ പുതുച്ചേരി, ഇത്രയും കോളേജുകൾ ഞാൻ നീക്കം ചെയ്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആ ഒരു ടിക്ക് മാർക്കുകൾ ഞാൻ നീക്കിയതേ ഉള്ളൂ. ഒന്നും ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി 349 എന്ന് പറഞ്ഞ 2ലേക്ക് ആ ഒരു ആദ്യത്തെ നമ്പർ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഓൾ ഇന്ത്യ നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമ്മുടെ വെബ്സൈറ്റിലൂടെ brilliantpalo.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ഫംഗ്ഷൻ കൂടെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നീറ്റൊക്കെ എഴുതി റാങ്കൊക്കെ മേടിച്ച നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു പേജ് റെഫർ ചെയ്യുക. ഇതിലേക്കുള്ള ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്താവുന്നതാണ്. സോ മികച്ച റാങ്കൊക്കെ നേടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.